ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് മലബാറിൽ പ്രചരണം നേടിയ മെക്സവൻ അഥവാ മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ എന്ന വ്യായാമ കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് മെക്സവൻ കൂട്ടായ്മ ഇത്ര സ്വീകാര്യത നേടിയത്? കൂട്ടായ്മയ്ക്ക് ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്നും പിന്നിൽ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ആണെന്നുമുള്ള പ്രചരണമാണ് ഇപ്പോൾ ഉയർന്നുവരുന്നത്. ഈ ആരോപണങ്ങൾക്ക് തുടക്കമായത് കൂട്ടായ്മയ്ക്കെതിരെ AP സുന്നി വിഭാഗം രംഗത്തെത്തിയതോടെയാണെന്നും പറയപ്പെടുന്നു. മെക്സവിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്നും സുന്നി വിശ്വാസികൾ ഇതിൽ പെട്ടുപോകരുതെന്നുമാണ് സമസ്ത നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നത്. 2012 സൈന്യത്തിൽ നിന്ന് വിരമിച്ച മലപ്പുറം തുറക്കൽ സ്വദേശി P സലാഹുദ്ദീനാണ് മെക്സവിന് തുടക്കമിട്ടത്. മലപ്പുറത്ത് മാത്രം 67 സെന്ററുകൾ ഇവർക്കുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 26 യൂണിറ്റുകളാണ് പ്രവർത്തിക്കുന്നത്. സ്ത്രീകൾക്കായി 28 സെന്ററുകളും പ്രവർത്തിച്ചു വരുന്നു. മെക്സവൻ വിദേശ നഗരങ്ങളായ ജിദ്ദ, ദുബായ്, ഷാർജ, ബ്രൂണൈ എന്നിവിടങ്ങളിലും സെന്ററുകളുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. വിദേശത്ത് നിരവധി സെന്ററുകൾ ഇതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയതിലും ആളുകൾ സംശയങ്ങൾ ഉയർത്തി. കൂടാതെ കൂട്ടായ്മയ്ക്കെതിരെ ആരോപണവുമായി CPM അടക്കമുള്ള പാർട്ടികളും രംഗത്തെത്തിയിരുന്നു. ആൺപെൺ ഭേദമന്യേ നടത്തുന്ന ഇത്തരം കൂട്ടായ്മയ്ക്കെതിരെ സാമുദായിക സംഘടനകളും എതിർപ്പുകൾ ഉന്നയിച്ചു. വ്യായാമത്തിനെത്തുന്നത് തീവ്രവാദികളാണെന്ന് കുറച്ചു ദിവസം മുൻപ് CPM നേതാവ് P മോഹനൻ ആരോപിച്ചിരുന്നു. ഇപ്പോൾ ഇതാ വിവാദത്തിൽ മലക്കം മറിഞ്ഞ് CPM. മെക്സവൻ പരിശീലനത്തിനെത്തുന്നത് തീവ്രവാദികളാണെന്ന പ്രസ്താവന CPM നേതാവ് P മോഹനൻ പിൻവലിച്ച വാർത്തകളാണ് പുറത്തുവരുന്നത്. പുറകിൽ പോപ്പുലർ ഫ്രണ്ട് ആണെന്ന വിവാദങ്ങൾ ഉയർന്നതോടെ സോഷ്യൽ മീഡിയ കമന്റ്സിലും ഇവർക്കെതിരായി നിരവധി പേരാണ് മുന്നോട്ട് വന്നത്. എണ്ണമറ്റ സ്ഥാപനങ്ങളുടെ പ്രവർത്തനവും ഇതിനായുള്ള ഫണ്ടിങ്ങുമെല്ലാം ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരും അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനയാണ് മെക്സവനെങ്കിൽ എന്താകും തുടർന്ന് സംഭവിക്കുക? പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതുപോലെ കൂട്ടായ്മയായ മെക്സവനും തിരശ്ശീല വീഴുമോ? കാത്തിരുന്നു കാണാം.